ബിസിനസ് ടുഡേ പുറത്തുവിട്ട കണക്ക് പ്രകാരം നിഫ്റ്റി 500 ഇൻഡെക്സിലെ ഏകദേശം 13ഓളം സ്റ്റോക്കുകളിൽ മ്യൂച്വൽ ഫണ്ടുകളും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. ICICI സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, അപ്പോളോ ടയർ, സിറ്റി യൂണിയൻ ബാങ്ക്, ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് ലിമിറ്റഡ്, അഫിൾ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളിൽ മ്യൂച്വൽ ഫണ്ട് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയപ്പോൾ ഗോദാവരി പവർ ആൻഡ് ഇസ്പാട്ട്, ക്യാംസ്, ജൂപ്പിറ്റർ വാഗൺ, JK സിമന്റ്, ഹൊനാസ കൺസ്യൂമർ, എൽക്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി, കാനറ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിൽ FPIs അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി. ICICI സെക്യൂരിറ്റീസിൽ കഴിഞ്ഞ ഒരു ക്വാർട്ടർ കൊണ്ട് മ്യൂച്വൽ ഫണ്ടുകളുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 3.16% നിന്നും 6.23% ഉയർന്നത്. ഇവിടെ മ്യൂച്വൽ ഫണ്ടുകളുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരട്ടിയായതായിട്ട് കാണാൻ സാധിക്കും. അപ്പോളോ ടയറിലെ മ്യൂച്വൽ ഫണ്ടുകളുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 16.77 നിന്നും 19.23 ഉയർന്നു. സിറ്റി യൂണിയൻ ബാങ്കിലെ മ്യൂച്വൽ ഫണ്ടുകളുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 24.5 നിന്നും 26.9 ഉയർന്നു. ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ്, പ്രജ് ഇൻഡസ്ട്രീസ്, ഗ്രാനുൽസ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ സ്റ്റേക്ക് ഹോൾഡിംഗിൽ 2% വർധനവ് വന്നു. അഫിൾ ഇന്ത്യ, മഹാരാഷ്ട്ര സീംലെസ്, ജ്യോതി ലാബ്സ്, ദീപക് നൈട്രേറ്റ്, അരബിന്ദോ ഫാർമ, ഒറാക്കിൾ ഫിനാൻസ് സർവീസ് തുടങ്ങിയ കമ്പനികളിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 1% ഉയർന്നിട്ടുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന സ്റ്റോക്കുകൾ ക്യാംസ് ആണ്. ക്യാംസിൽ FPIസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 12.3 നിന്നും 12.51% ഉയർന്നു. ഗോദാവരി പവർ ആൻഡ് ഇസ്പാട്ടിൽ FPIയുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 5.54% നിന്നും 7.5% ഉയരുകയും ജൂപ്പിറ്റർ വാഗണിൽ FPIസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 2.28% നിന്നും 4.14% ഉയരുകയും ചെയ്തു. JK കൺസ്യൂമർ, ഹൊണാസ കൺസ്യൂമർ, എൽക്കോൺ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ FPIസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗിൽ 1.5% വർധനവ് ഉണ്ടാവുകയും കാനറ, SKF ബാങ്ക്, KNR കൺസ്ട്രക്ഷൻ തുടങ്ങിയ സ്റ്റോക്കുകളിൽ FPIസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗിൽ 1% വർധനവ് ഉണ്ടാവുകയും ചെയ്തു. മ്യൂച്വൽ ഫണ്ടുകളും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഏതൊക്കെ സ്റ്റോക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ള ഡേറ്റയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി വളരെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുകയും ബ്രേക്കൗട്ട് ട്രേഡിങ്ങിന് വേണ്ടി പരിഗണിക്കാവുന്നതും എന്നാൽ ഓൾ ടൈം ഹൈയിൽ നിന്നും 50% ഡിസ്കൗണ്ട് ലഭിക്കുന്നതുമായ ഒരു സ്മാൾ ക്യാപ് സ്റ്റോക്കിനെ പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് ഇൻഡിഗോ പെയിൻറ്റ്. ഇൻഡിഗോ പെയിൻറ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 10.3% ഉയർന്ന് 1534 ക്ലോസിംഗ് നൽകി. 8000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 49.69, 52 വീക്ക് ഹൈ 1679, 52 വീക്കിലോ 1250. പെയിൻറ്റ് സെക്ടറിലെ ഏഷ്യൻ പെയിൻറ്റ് അതിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകൾക്കും 0.7 മുതൽ 1% വരെ വില വർധനവ് നടപ്പിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക പെയിൻറ്റ് കമ്പനികളും വില വർധനവ് നടപ്പിലാക്കിയേക്കും എന്നുള്ള ആൻറ്റിസിപ്പേഷൻ്റെ പശ്ചാത്തലത്തിലാണ് ഇൻഡിഗോ പെയിൻറ്റ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ്. കൂടാതെ ഏകദേശം ബോട്ടം ഔട്ട് ആയതിനു ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 6.5% റിട്ടേൺ ആണ് നൽകിയത്. ഏഷ്യൻ പെയിൻറ്റും മറ്റുള്ള പെയിൻറ്റ് കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നമുക്ക് കാണാൻ സാധിക്കും. എമൽഷൻ, ഇനാമൽ, വുഡ് കോട്ടിംഗ്, പ്രൈമർ, ഡിസ്റ്റംബർ, സിമെൻറ്റ്, പെയിൻറ്റ്, പുട്ടി തുടങ്ങിയ എല്ലാ സെഗ്മെൻറ്റുകളിലും കമ്പനിക്ക് പ്രസൻസ് ഉണ്ട്. കഴിഞ്ഞ 1 മുതൽ 2 വർഷത്തിനുള്ളിൽ കമ്പനി അതിൻ്റെ ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ചിൽ 8 മുതൽ 9% വളർച്ച കൈവരിക്കുകയും മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തു. പെയിൻറ്റ് സെക്ടറിൽ കൂടാതെ കൺസ്ട്രക്ഷൻ കെമിക്കൽ സെക്ടറിലേക്കും കമ്പനി അതിൻ്റെ പ്രസൻസ് വ്യാപിപ്പിക്കുകയും കൺസ്ട്രക്ഷൻ കെമിക്കൽ സെക്ടറിലെ ആപ്പിൾ കെമി പോലുള്ള കമ്പനികളുടെ 51% സ്റ്റേക്ക് അക്വിസിഷൻ നടത്തുകയും ചെയ്തു. സ്റ്റോക്ക് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു എന്നതിലുപരി വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂവും അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്നു. ലിസ്റ്റഡ് ആയ സമയത്ത് 100 മുകളിൽ വാല്യൂഷൻ ഉണ്ടായ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വാല്യൂഷൻ 40-നടുത്താണ്. ROE 17.6ഉം ROCE 23.2ഉം. ഏഷ്യൻ പെയിൻറ്റ്, ബർജർ പെയിൻറ്റ് പോലുള്ള പെയിൻറ്റ് സ്റ്റോക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വാല്യൂഷൻ കംഫർട്ട് ലെവലിലാണ്. അതുപോലെ തന്നെ ക്വാർട്ടർലി റിസൾട്ടിലും കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ നെറ്റ് പ്രോഫിറ്റ് 38 കോടിയിൽ നിന്നും 54 കോടിയിലേക്ക് ഉയർത്താനും ഇയർ ഓൺ ഇയറിൽ 49 കോടിയിൽ നിന്നും 54 കോടിയിലേക്ക് ഉയർത്താനും കമ്പനിക്ക് സാധിച്ചു. 22%-നടുത്ത് ഓപ്പറേറ്റിംഗ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനിയുടെ സെയിൽസ് ക്വാർട്ടർ ടു ക്വാർട്ടർ 341 കോടിയിൽ നിന്നും 366 കോടിയിലേക്ക് ഉയർന്നു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 20%, പ്രോഫിറ്റ് ഗ്രോത്ത് 28%, ROE 17%-നടുത്ത്. പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 53.94, FPIസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 8.7 നിന്നും 7.7% ഇടിഞ്ഞു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണലിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 1.7 നിന്നും 2% ഉയരുകയും പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 35.5 നിന്നും 36.3 ഉയരുകയും ചെയ്തു.
സ്റ്റോക്ക് ഏകദേശം ഒരു ബ്രേക്കൗട്ട് സോണിലാണ്. 1550 മുകളിൽ ബ്രേക്കൗട്ട് വന്നേക്കാം. ബ്രേക്കൗട്ട് വന്നാൽ 1675, 1750 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരും. 1700 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് സോണാണ്. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഒരു സമയത്ത് 3000 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് കറക്റ്റായ 1000 രൂപ വരെ ഇടിയുകയും അവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു റിവേഴ്സലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പാറ്റേൺ വരികയും ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇൻഡിഗോ പെയിൻറ്റ് എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്